കോർഡിനേറ്റ് അംഗങ്ങളുടെയും ശ്രദ്ധയ്ക്ക് അടുത്ത പരിപാടി നിങ്ങളുടേതാണ്. ഏവരും തയ്യാറായി നിൽക്കേണ്ടതാണെന്ന് അറിയിച്ചുകൊള്ളു. ഓർമ്മ വേണം. നിങ്ങൾക്ക് നമ്മൾ ഡയലോഗിൽ ഓർമ്മയുണ്ട്. കൂടെ പറഞ്ഞു തരാം എന്ത് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും ആദ്യകാരന്മാരാണ് സ്റ്റേജിൽ വരുന്നത്. പതുക്കെ ഒന്ന് ശിശുവിനെ മടങ്ങി പതുക്കെ മടങ്ങി പോകണം. നിങ്ങൾ മടങ്ങി പോകുമ്പോഴും വരുമ്പോഴും സ്റ്റേജിൽ ലൈറ്റും എല്ലാം ഉണ്ടാവും. നിങ്ങൾ ഈ നാട്ടിൽ വീഴുന്ന വഴി അതിനൊന്ന് തട്ടാതെ സൂക്ഷിക്കണം. ഓർമ്മയുണ്ടല്ലോ? കയ്യിലൊരു വാച്ചും കണ്ണടയും പോരാഞ്ഞിട്ട് കാലിലൊരു കറുത്ത ചെരുപ്പും ഇതുമായിട്ടാണ് സ്റ്റേജിൽ കയറിയത്. അതുകൊണ്ട് ഇങ്ങനെ അബദ്ധങ്ങളൊന്നും ചെയ്യാതെ നോക്കണം. കുട്ടികൾ ശ്രദ്ധിക്കണം. അവിടെ ഇരുന്നോളൂ. ഹലോ, സത്ര സൂക്ഷിപ്പുകാരൻ അവിടെ പോയി. എവിടെ സത്ര സൂക്ഷിപ്പുകാരൻ? എവിടെ? ഞാൻ ഇവിടെയുണ്ട്. ഡയലോഗെല്ലാം ഓർമ്മയുണ്ടോ? ഉണ്ട് ഉണ്ട്. ജോസഫ് അടുത്ത് വരുമ്പോ അല്ലേ പറയേണ്ടത്? എന്ത് പറയാ? ഇവിടെ ഒട്ടും സ്ഥലമില്ല. ഇവിടെയെല്ലാം അന്തേവാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. വേറെ സ്ഥലം അന്വേഷിക്കണം എന്നല്ല പറയേണ്ടത്. ശരി ശരി ശരി, അത് തന്നെ ഓർമ്മയിലുണ്ടായാൽ മതി. ഞാൻ വരാൻ പറഞ്ഞത്. ഒരാൾക്ക് ദാഹം, ഒരാൾക്ക് വിശപ്പ്. എല്ലാം ശരിയാക്കി തരാം. ഈ നാടകത്തിന്റെ ഡയലോഗിലൂടെ പഠിച്ചു എന്നൊന്നും പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടത്. നിങ്ങളും പതുക്കെ നടന്നു വന്നു ശിശുവിനെ കിടത്തിയിരിക്കും. അവിടെ വന്ന് വണങ്ങി നിങ്ങളുടെ സമ്മാനപ്പണികൾ വെച്ച് പതുക്കെ പുറകോട്ട് പോകണം. പുറകിലേക്ക് നടന്നു പോകണം. അത് എല്ലാവരും പറയുന്നത് സദസ്സിനെ പുറകിലേക്ക് എടുക്കാമെന്ന് നോക്കണം. പുറകിലോട്ട് പോയി അവിടെ അവിടെ ഇരിക്കും. മേരി മാലാവിടെ? മാലാവ് ഓർമ്മയുണ്ടോ? എല്ലാവരും ഓർമ്മയുണ്ടോ? മാലാവ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നുള്ള അശരീരി കേൾക്കുമ്പോൾ രണ്ട് കൈ ഉയർത്തി നിൽക്കണം. അത് അപ്പോൾ മാത്രം പോരാ, ആ അശരീരി തീരുന്നത് വരെ അതുപോലെ തന്നെ നിൽക്കണം. മറക്കരുത്. ഓർമ്മയുണ്ടല്ലോ? പറഞ്ഞോളൂ. അത് ഞാൻ ജോസഫിന്റെയും മേരിയുടെയും പുറകിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സദസ്സ് കാണണമെങ്കിൽ നിങ്ങൾ ഉയർത്തി കയറി നിൽക്കണം. അപ്പോൾ നിങ്ങൾ ഉയർത്തി കയറുന്നു. പക്ഷേ
കാര്യം ചെയ്യും. ഹെറോദാവും 3 വിദ്വാൻമാരുള്ള ആ രംഗം ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. ഒന്ന് നോക്കട്ടെ. ശരി, ഓക്കെ, സ്റ്റാർട്ട്. മഹാരാജാവ് നീണാൾ വാഴട്ടെ. മഹാരാജാവ് വിജയിച്ചാലും. മഹാരാജൻ അങ്ങേ മുഖം കാണിക്കുന്നതിനായി 3 വിദ്വാൻമാർ വന്നിരിക്കുന്നു. കളന്ന് പറയാൻ പറയൂ. ഞങ്ങൾ കിഴക്കിൽ നിന്ന് വരുന്നവരാണ്. നിങ്ങൾക്ക് സ്വാഗതം. രാജകുമാരൻ ജനിച്ച് എന്നെ അറിഞ്ഞു വന്നതാണ്. ഒരു രാജകുമാരൻ ജനിച്ചിട്ട് ആ നക്ഷത്രത്തെ നോക്കിയിട്ട് നമ്മളിവിടെ വന്നതാണ്. രാജകുമാരൻ ഈ കൊട്ടാരത്തിലോ? അതും നാം അറിയാതെ? ഇല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ നക്ഷത്രം കാണുന്നുണ്ടോ? ആ നക്ഷത്രം ഇങ്ങോട്ട് വന്നുകൊണ്ട് നിൽക്കുക. ഡയലോഗ് മറന്നു പോകരുത്. എങ്കിൽ ഞങ്ങൾ ആ നക്ഷത്രം നോക്കി ശിശുവിനെ കണ്ടെത്തിക്കോളാം. നിൽക്കൂ. നിങ്ങൾ പോയി ശിശുവിനെ കണ്ട ശേഷം എന്നെ കൂടെ വിവരമറിയിക്കും. എങ്കിൽ ഞാൻ കൂടെ പോയി നമസ്കരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ശുഭയാത്ര. വിദ്വാൻമാർ 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 ചതിയന്മാർ. അവർ 3 എന്നെ വഞ്ചിച്ചു. വേറെ വഴിയായി മടങ്ങിപ്പോയി. അതും സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിപ്പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഹെരോദാവിനോടാണ് കളി. ആരവിടെ? ഈ ദേശത്തുള്ള 2.5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുവാൻ നാം ഇതാ ആജ്ഞാപിക്കുന്നു. ഈ ഉത്തരവ് ഉടൻ നടപ്പിലാക്കും. എല്ലാവരും കണ്ടല്ലോ. അവനവന്റെ ഡയലോഗ് കൃത്യമായി പറയണം. എല്ലാം ഓർമ്മ വേണം. ഞാൻ ഇനി അവിടെ ഇരിക്കൂ. ജോസഫിന്റെ ഭാഗം ജോസഫിന്റെ ഭാഗം ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഓർമ്മയുണ്ടോ? ജോസഫിന്റെ ആദ്യ രംഗം ഓർമ്മയുണ്ടോ? ആദ്യ രംഗത്ത് ജോസഫ് മറിയേയും കൂട്ടി സത്രം സൃഷ്ടിക്കുവാൻ്റെ അടുത്തേക്ക് പോകണം. അത് മാത്രമേ ഉള്ളൂ ആദ്യത്തെ രംഗം. ഓർമ്മയുണ്ടോ? ഓക്കെ. എന്താണ്? എനിക്കെന്താ പറയാനുള്ളത്? കുറെ നേരമായി വിഷമിച്ച് അന്വേഷിച്ച് നടക്കണം. എന്തോ എന്താണ് മേരിക്കെന്താ പറയാനുള്ളത്? ഉണ്ണിയേശുവിനെ കാണുന്നില്ലെന്നോ? ചോദിച്ചു. ആരെടുത്തുമില്ല, ആരും കണ്ടില്ല. ആരെടുത്തു? ഇവിടെ വേണ്ടെങ്കിൽ കാണും. നമുക്ക് അന്വേഷിക്കാം. ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ, ഞാൻ എടുത്തിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു രാജാവ് എന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. ഞാനും വാങ്ങിയിരുന്നു. പക്ഷെ ഞാനത് മാലാഖയെ ഏൽപ്പിച്ചല്ലോ.
അതെ, ഇത് തന്നെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ യേശു നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഓരോ ക്രിസ്മസ് വേളയിലും നാം യേശുവിനെ കൈവെടിയുകയില്ലേ? ഓരോ വർഷം പിന്നിടുമ്പോഴും യേശു നമ്മിൽ നിന്നും കൈമോശം വരികയില്ലേ? യേശുവും നമ്മളും തമ്മിലുള്ള ദൂരം കൂടി വരികയില്ലേ? ഇനിയെങ്കിലും യേശുവിനെ നമുക്ക് ചേർത്ത് പിടിച്ചുകൂടെ? ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും ബഹുമാനിച്ചും പകയും വിദ്വേഷവും മാറ്റിവെച്ച് ഇന്നലകളിലെ സൗഹൃദം നിലനിർത്തി ഇന്നുകളെ മനോഹരമാക്കിക്കൂടെ? അതിനായി നമ്മൾ ഓരോരുത്തരുടെയും സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞോളൂ. ഏവർക്കും CSI കത്തീഡ്രൽ ഗോൾഡൻ ഏജ് ഫെലോഷിപ്പിന്റെ ക്രിസ്തുമസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.